ഹലോ. ഒരു 5 ദിവസം മുമ്പ് നമ്മൾ ഫോണിൽ എല്ലായിടത്തും ഒരു വാർത്ത കണ്ടു. ഒരു ടീച്ചറെ ഒരു കുട്ടിപൂർവ്വ വിദ്യാർത്ഥി അടിച്ചു, കണ്ണൊക്കെ കലങ്ങി, ഒരുപാട് ഷൗട്ട് ചെയ്തു. അവനെ അവർ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചതാണെന്ന് പറയുന്നു. അവനിപ്പം 32 വയസ്സുണ്ട്. അതിൻ്റെ ഇടയിൽ ആ കുട്ടി വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എൻ്റെ അമ്മയാണ്, ഞാൻ നിങ്ങളെ എൻ്റെ അമ്മയെപ്പോലെയാണ് കരുതിയത്, നിങ്ങളെന്നെ നോക്കിയില്ല. പക്ഷേ ടീച്ചർ സംസാരിക്കുമ്പം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇന്നലെ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു പയ്യനെ കണ്ടു. അവനെ ഞാൻ ജനിച്ച സമയം തുടങ്ങി കാണുന്നതാണ്. കാരണം അവൻ എൻ്റെ വീട്ടിൽ അവൻ്റെ അമ്മ ജോലിക്കൊക്കെ വരുന്നതാണ്, പണിക്ക് വരുന്നതാണ്. അപ്പോൾ ആ കുട്ടീനെ എനിക്ക് നല്ല പരിചയമാണ്. അപ്പോൾ ഇന്നലെ അവനും അവൻ്റെ അമ്മയും കൂടി ഇന്നലെ ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ച് ഞാൻ കണ്ടു. അപ്പോൾ വന്നു, അവൻ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു. ആൻറ്റി ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു, വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. കുറേ കളിയാക്കി അവൻ എന്നെ. പക്ഷെ എന്നിട്ട് അവൻ എന്നോടൊരു കാര്യം ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചാൽ ആൻറ്റി സത്യസന്ധമായി മറുപടി പറയുമോന്നും, പിന്നെ ഇപ്പോൾ ചാനലൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറയുന്ന കാര്യം ആരെങ്കിലും ഒരാൾ ഓർക്കാനെങ്കിലും വേണ്ടിയിട്ടൊന്ന് പറയുമോന്ന്. ഞാൻ പറഞ്ഞു, നീ സസ്പെൻസ് ഒക്കെ വിട്, എന്താ കാര്യമെന്ന് പറയാം. അപ്പോൾ അവൻ പറഞ്ഞു, ഒരു ടീച്ചറെ തല്ലിയ ഒരു സംഭവം വാർത്തയായല്ലോ. അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ ആരും അതിനെക്കുറിച്ച് പ്രതികരിച്ചൊന്നും കണ്ടില്ല ആൻറ്റി. അപ്പോൾ അതേപോലെ എത്രയോ കുട്ടികൾ മാനസികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കൂട്ടുകാരുടെ മുൻപിൽ ചെയ്യാത്ത തെറ്റിന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ, കളിയാക്കലുകൾ ടീച്ചർമാരുടെ അടുത്ത് നിന്നുള്ള അങ്ങനെയുള്ള ഒരു കാര്യം ആൻറ്റി പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്നെ നാട്ടുകാരെ കൊണ്ട് അടി ഒളിപ്പിക്കാനാണോടാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അല്ല ആൻറ്റി, ഒരുപാട് വർഷങ്ങളായിട്ട് മനസ്സിൽ കിടക്കുന്നതാണ്. ഒരു 4ാം ക്ലാസ്സുകാരൻ 3 പഠിക്കുമ്പോൾ തുടങ്ങിയാണ് അവന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. 4 വരെ അവൻ ആ സ്കൂളിൽ പഠിച്ചുള്ളൂ, 4 വരെ ആ സ്കൂളിലുള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞ കാര്യം ഇതാണ്. അവൻ 1ാം ക്ലാസ് തുടങ്ങിയ സ്കൂളിൽ പഠിച്ചു. 3-ലെത്തിയപ്പോഴാണ് ശരിക്കും ആ ടീച്ചറിൻ്റെ കളിയാക്കലുകൾ. കാരണം ടീച്ചർ ഭയങ്കര ആഢ്യത്വമുള്ള തറവാട്ടിലെ ടീച്ചറാണ്, ജാതിയിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്നു. അവനെന്ന് പറഞ്ഞാൽ ഹരിജൻ കുട്ടിയാണ്. അപ്പോൾ ഈ ടീച്ചറുടെ ഒരു സ്ഥായിയായ ഭാവം എനിക്കറിയാവുന്നതാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. സ്ഥായിയായ ഭാവം, പുച്ഛമാണ് അവരുടെ മുഖത്ത് എപ്പോഴും. തൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരെയൊക്കെ അവർ ഭയങ്കര ഹായ് എന്നുള്ള ഇതിലും, മറ്റുള്ളതൊക്കെ എന്നുള്ളൊരു ഇതിലുമാണ് ആ ടീച്ചറിൻ്റെ മുഖം എപ്പോഴും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കുട്ടീനെ അവരെപ്പോഴും ഇങ്ങനെ എന്താ പറയുക, നമ്മുടെയൊക്കെ ആൾക്കാർ പറയുമ്പോൾ പറയും കളിയാക്കുക എന്ന് പറയും. ഇത് കളിയാക്കലല്ല, അധിക്ഷേപമാണ്, ആക്ഷേപമാണ്. ആ കുട്ടി കറുത്തതായിട്ടാണോ എനിക്കറിയില്ല, അത് അവർക്ക് അറിയുള്ളൂ കേട്ടോ എന്താന്ന്. അപ്പം അവൻ പഠിക്കാനൊക്കെ മിടുക്കനാണ്. അവൻ 3-ലും 4-ലും ഒക്കെ ആയപ്പോഴത്തേക്കും അവൻ ഈ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കുകയും സ്കൂൾ ലീഡറൊക്കെ ആവുകയും ചെയ്തു ആ കുട്ടി. അപ്പോൾ അവൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെപ്പോഴും ഈ ടീച്ചർ എപ്പോഴും ഈ കുട്ടീനെ കള്ള എന്നേ വിളിക്കുകയുള്ളൂ. അവൻ ആരുടെ ഇന്നുവരെയും കട്ടിട്ടൊന്നുമില്ല. ഒരു 3-ൽ പഠിക്കുന്ന കുട്ടി എങ്ങനെയാണ് കള്ളനാവുന്നത്? എന്തിനാണ് എപ്പോഴും എന്നെ കള്ളനെന്ന് വിളിക്കുന്നത് എന്നോട് ചോദിക്കാനുള്ള ഇതും അവനില്ല. കാരണം ടീച്ചർമാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയഭക്തി ബഹുമാനമാണല്ലോ കുട്ടികൾക്ക്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെയാണ് തിരിച്ചു ചോദിക്കും കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ അന്നത്തെ ആ ഒരു സമയത്ത് അവന് ചോദിക്കാനുള്ള ഇതൊന്നുമില്ല. അങ്ങനെ അവൻ 4-ൽ നിന്നും ജയിച്ചു. വെക്കേഷൻ ആയിരുന്ന സമയത്ത് ആ ടീച്ചറിനെ കൊണ്ട് അവന് ഒരുപാട് പൊറുതിമുട്ടിയത് കൊണ്ടാണ് അവൻ ഈ കാര്യം എന്നോട് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പത്രത്തിലൊക്കെ ഒന്ന് പറഞ്ഞ വാർത്തയാണ്, ടീച്ചറിൻ്റെ മകനും ചോറ്റാനിക്കര ഗവൺമെൻറ് സ്കൂളിലെ 3 കുട്ടികളും കൂടെ ചേർന്നിട്ട് അവിടുത്തെ കമ്പ്യൂട്ടറുകൾ മോഷ്ടിച്ചു, പോലീസ് പിടിച്ചു, പത്രത്തിലൊക്കെ വലിയ വാർത്തയായി. അപ്പോൾ ഈ മറ്റുള്ള കുട്ടികളെയൊക്കെ ഇത്ര പുച്ഛത്തോടെ ചെയ്യാത്ത തെറ്റിന് കള്ളാന്ന് പറഞ്ഞ് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്ത ടീച്ചറിന് എന്തുകൊണ്ട് സ്വന്തം മോനെ നന്നായി വളർത്താൻ പറ്റിയില്ല? എന്തിനാണ് ഒന്നും അറിയാത്ത ഈ ചെറിയ കുഞ്ഞുങ്ങളെ കയറി കള്ളാന്നൊക്കെ വിളിക്കുന്നത്? ഓമന പേരാണോ കള്ളാന്ന് വിളിക്കേണ്ടത്? അപ്പം അത് അവൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് ആഘാതമേറ്റു. ഈ 19 വയസ്സിലും അവൻ അത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നെങ്കിൽ 3-ാം ക്ലാസ് 4ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ
8 വയസ്സ് 9 വയസ്സേ ഉള്ളൂ 4-ലൊക്കെ. അപ്പോൾ അവനത് എത്രമാത്രം അവൻ്റെ മനസ്സിന് ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ടാവും ഇല്ലേ? അപ്പം അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ടീച്ചർമാരൊക്കെ വീടുകളിൽ നിന്നുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൊക്കെ ആയിരിക്കാം കുട്ടികളുടെ സ്കൂളിൽ വന്ന് കുട്ടികളുടെ നേരെ അത് തീർക്കുന്നത്. അപ്പം എനിക്കും തോന്നിയിട്ടുണ്ട് ഈ ചില ടീച്ചർമാർക്ക് ഒരു വെളിവും വെള്ളിയാഴ്ച ഉണ്ടാവൂല. അവര് എന്താ പറയണേ, എനിക്ക് തോന്നിയിട്ടുള്ള വ്യക്തിപരമായ കാര്യമാണ്, ചില സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതാണൊക്കോ അതോ മീൻ വിൽക്കാൻ പോകുന്നതാണൊക്കോ, അത് ഒരു ജോലി അല്ലാതെ ഒരു തലമുറയെ നല്ല രീതിയിൽ വളർത്തി അവർ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. പുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമല്ല ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ പകർന്നു കൊടുക്കേണ്ട അറിവ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ഇവരൊന്നും ചെയ്യുന്നില്ല. ഇവർക്കൊക്കെ ഇതൊരു ജോലിയാണ്. 30 ദിവസം എത്തുമ്പോൾ ശമ്പളം മേടിക്കണം, ആ ഒരു ജോലിയേ ഉള്ളൂ. അല്ലാണ്ട് ഈ തലമുറയ്ക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർ സമൂഹത്തിന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് വളർന്നു വരേണ്ട ഒരു തലമുറയാണെന്ന് ഒരു ടീച്ചർമാരും ചിന്തിക്കുന്നില്ല. അതെനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു പാവമായിരിക്കാം, നമുക്കറിയത്തില്ല, എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞേ. ശരിക്കും ആ കുട്ടീനെ ആ ടീച്ചറെ അടിച്ച കുട്ടീനെ അവർ നന്നായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം, മാനസികമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുന്ന കാര്യത്തിലൊക്കെ. ചില ടീച്ചർമാരുടെ വായിൽ നിന്നൊക്കെ വരുന്നത് കേട്ടാൽ അടി കൊടുക്കാത്തവരും അടി കൊടുത്തു പോകും, അങ്ങനത്തെ ടീച്ചർമാരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യം മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ ടീച്ചറിനെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നതാണ്. നാളെ ഇനി അവർ ഇതിപ്പോൾ അറിയാത്തവരെയും കൂടെ അറിയിച്ചു എന്നും പറഞ്ഞിട്ട് അവർ വാളെടുത്തുകൊണ്ട് വന്നാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. ഞാൻ പേടിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല, എനിക്ക് പേടിയുമില്ല. കാരണം ഞാൻ നുണയല്ല പറഞ്ഞത്, ലോകം മുഴുവനും അറിഞ്ഞൊരു സംഭവമാണ്. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ ചില സ്ത്രീകളുണ്ട്, നമ്മൾ പ്രസവിക്കാത്തവനെയൊക്കെ എന്തിനാണ് നമ്മുടെ കുഞ്ഞുങ്ങളായിട്ട് കരുതുന്ന ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എനിക്ക് അവരോടൊന്നും പറയാനില്ല. അപ്പോൾ ചിലവർക്കെങ്കിലും ഇതൊക്കെ ഒരു ഗുണപാഠമായിരിക്കണം. ഇനി മേലെ സ്വന്തം കുട്ടികളോട് പറയുന്ന പോലെ പെരുമാറുന്നതാണൊക്കെ സ്കൂളിൽ ചെന്നിട്ട് കുഞ്ഞുങ്ങളോട് പെരുമാറാതിരിക്കുക. കാരണം മാതാപിതാക്കൾ വീട്ടിൽ ചെലവഴിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ സമയം സ്കൂളിലാണ് ചെലവഴിക്കുന്നത്. ഇവരെ കണ്ടാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടെങ്കിലും നിങ്ങൾ മാന്യമായി കുഞ്ഞുങ്ങളോട് ഇടപെടുക. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും അവർ ഈ ചെവിക്കൂട്ട് മറു ചെവിക്കൂടെ കളയുന്നവരല്ല, അവരുടെ ഹൃദയത്തിലാണ് അവരത് ഏറ്റെടുക്കുന്നത്, നല്ലതും ചീത്തയൊക്കെ. അതുകൊണ്ട് തന്നെയാണ് വളർന്നു വരുമ്പോൾ ഇപ്പോഴും നമ്മൾ നമ്മുടെ സ്കൂൾ ടീച്ചേഴ്സിനെയൊക്കെ ഓർക്കുന്നില്ലേ ഇല്ലേ? ചിലവരെ വെറുപ്പോടെയും ചിലവരെ സ്നേഹത്തോടെയും ചിലവരെ ഒന്ന് കാണാൻ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ടീച്ചേഴ്സും ഉണ്ട്. അപ്പൊ അവരെയൊക്കെ ഓർത്തുകൊണ്ട് ഇനിയുള്ള ടീച്ചർമാരും കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറുക.